അതെ. അത് ഓക്കെ. പിന്നെ ഞാനൊരു ചെറിയ വർക്ക് തന്നായിരുന്നല്ല, ജസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ. അതെ. ഇനി ഒരാൾ സ്ക്രീൻ ഷെയർ നമുക്ക് ചെക്ക് ബോക്സ് എങ്ങനെയാന്ന് നോക്കാം. റേഡിയോ ബട്ടൺ ചെയ്തു, പിന്നെ ചെക്ക് ബോക്സും കൂടെ എങ്ങനെയാന്ന് നോക്കാം. ചെക്ക് ബോക്സ് ഞാൻ ചെയ്തായിരുന്നു. അതും സിമിലർ അല്ലേ? സെയിം തന്നെ അല്ലേ? സിമിലർ തന്നെ, ചെക്ക് യൂസ് ചെയ്യാം. ഞാൻ ചെക്ക് വെച്ചാൽ വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഇല്ല, ചെക്ക് യൂസ് ചെയ്യാം, ക്ലിക്ക് യൂസ് ചെയ്യാം, രണ്ട് യൂസ് ചെയ്യാം. എന്നിട്ട് അത് ചെക്ക് ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. നമ്മുടെ അതിനകത്ത് തന്നെ മറ്റേ നമ്മുടെ വെബ്സൈറ്റ് ഇല്ലേ, ഈ സൈറ്റിനകത്ത് ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടാവും, ചെക്ക് ബോക്സ് ഡെമോ. അതെടുക്കും, നമുക്ക് അതിൽ ചെയ്ത് നോക്കാം. അതാണോ ചെയ്തത് അതോ ഞാൻ ഫില്ല് ചെയ്യാൻ പറഞ്ഞ ഡാറ്റയുടെ അകത്ത് നിന്ന് ചെക്ക് ബോക്സ് ചെയ്താൽ ഓക്കെ. നമുക്ക് അതും കൂടെ ചെയ്ത് നോക്കിയിട്ട് കുറച്ച് അസേഷൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അസേഷൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു വട്ടം കൂടെ ചെയ്ത് നോക്കാം. ചെക്ക് ബോക്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ വെബ്സൈറ്റിനകത്ത് ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, ചെക്ക് ബോക്സ് ഡെമോ അങ്ങനെ എന്തോ. അതിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോവാം, ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്. ഹലോ, കേൾക്കാല്ലേ? ഒന്നുകൂടെ പറയാമോ? സൗണ്ട് പുതിയൊരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യോ ചെക്ക് ബോക്സിന് വേണ്ടിയിട്ട്? ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ നമ്മൾ ഇത്ര നേരം ചെയ്ത വെബ്സൈറ്റ് ഇല്ലേ, ഡെമോ സൈറ്റ്, അതിനകത്ത് ഒരു ചെക്ക് ബോക്സ് ഡെമോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് എടുക്കുമോ? എവിടെയായിരുന്നു? അതിനകത്ത് തന്നെ അതെ, ചെക്ക് ബോക്സ് ഡെമോനെ ക്ലിക്ക് ചെയ്യണം. അതിനകത്തുള്ള ഒരു ഇത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റത്തെ നമുക്ക് ക്ലിക്ക് ഓൺ ദി ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞതിനെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഗോ ടു ഈ ലിങ്ക് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോ ബട്ടന്റെ സെയിം പോലെ തന്നെയാണ്, ചെക്ക് ഓർ ക്ലിക്ക് രണ്ടും വർക്കാവും. ഇനി അതിനെ ലൊക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നോർമലി ഡോട്ട് ചെക്ക് കൊടുക്കുക. ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ട് ഡോട്ട് ചെക്ക് കൊടുക്കുക. ക്ലാസ് വെച്ചിട്ട് എടുക്കാനാണോ? ക്ലാസ് എടുക്കാം. ക്ലാസ് ആണോ ഏതാ ഉള്ളത് അതിനകത്ത്? ക്ലാസ് ഉണ്ട്, ഫോം ചെക്ക്, ഇൻപുട്ട്, ലേബൽ. അല്ല, ചെക്ക് ഇൻപുട്ട്. ഓക്കെ, അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആട്രിബ്യൂട്ടും വാല്യൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ് യൂസ് ചെയ്യാം. വാലിഡേഷൻ. ഓക്കെ, ക്ലാസ് ആകുമ്പോൾ എങ്ങനെയാ ലൊക്കേറ്റർ കൊടുക്കുന്നത്? ക്ലാസ് എങ്ങനെയാ? ഡോട്ട് ക്ലാസ്. അത് പ്രൈസസ് ടെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് എറർ. ഓക്കെ, ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ നോക്കാം. ടെസ്റ്റ് അതെന്താണ് നോട്ടെ. ടെസ്റ്റ് ക്ലോസ് ചെയ്തേക്കുന്ന ഒരു റൗണ്ട് ബ്രേസസും കൂടെ വേണ്ടേ? ഫ്രണ്ടിലല്ലല്ലോ, ഏറ്റവും ആദ്യമാണല്ലോ. അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ കേളി ബ്രേസസ് കൊടുത്തേ. ഫസ്റ്റ് കേളി ബ്രേസസ് കൊടുക്കുക, പിന്നെ റൗണ്ട് ബ്രേസസ് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്തേ.
ഓക്കെ, ക്ലിക്കായി. ഇനി നമുക്ക് അസേഷൻസ് ചെക്ക് ചെയ്യാം. എന്താണ് അസേഷൻ എന്നറിയോ? നമ്മൾ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാണ്, അത് എക്സ്പെക്ട് ചെയ്ത പോലെ, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, നമ്മളൊരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അസേഷൻസ് യൂസ് ചെയ്യും. അപ്പോൾ ഈ പ്ലേ റൈറ്റിൽ അസേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിൻടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് പ്ലേ റൈറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ അസേഷൻസ് കാണാം. അസേഷൻസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ്സ് ജസ്റ്റ് എടുത്ത് പ്ലേ റൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുമോ? ഇതാണ് പ്ലേ റൈറ്റ്, അതന്നെ. അതിനകത്ത് ഡോക്യുമെന്റ്സ് എടുത്ത് അതിനകത്ത് സൈഡിൽ ഇങ്ങനെ അസേഷൻസ് എന്ന് പറഞ്ഞ് കാണാം. അതേ കണ്ടോ? അസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് കണ്ടോ ഒരുപാട് അസേഷൻസ് കാണും. ഇങ്ങനെയാണ് അസേഷൻസ് ചെക്ക് ചെയ്യുക. അസേഷന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. അതായത് അവൈറ്റ് എന്ന് പറഞ്ഞ കീവേഡ്, പിന്നെ എക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ലൊക്കേറ്റർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുകയാണ്? ആ അസേഷൻ ഇപ്പം ഇത് ടു ബി ചെക്ക്ഡ് എന്ന് പറഞ്ഞൊരു അസേഷൻ യൂസ് ചെയ്തിട്ട് ചെക്ക് ബോക്സ് ചെക്കാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരുപാട് അസേഷൻസ് വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ളതൊക്കെ നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസിന് തൊട്ട് മുന്നേ കൊടുക്കണം. പോസ് കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ആവില്ലല്ലോ. ജസ്റ്റ് ഇത് അതേപോലെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തോ, എന്നിട്ട് പേസ്റ്റ്. ഇതിപ്പോൾ ആദ്യത്തെ കേസ് ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാൻ പറഞ്ഞത്. ഇനി നമുക്കത് മനസ്സിലാവും. ലൊക്കേറ്ററിന്റെ പകരം ചെക്ക് ബോക്സ് കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ എന്താണ്? ടു ബി ചെക്ക്ഡ്. ഇത് ചെക്ക് ആയിരിക്കണം, ചെക്ക് ആവണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കാം. ചെക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ചെക്ക് കമന്റ് ചെയ്തതിന് ശേഷമാണ് ടു ബി ചെക്ക്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസേഷൻ എന്താവും? ഫെയിൽ ആവും. ജസ്റ്റ് ഒന്ന് റൺ ചെയ്തേ, ഇപ്പം അത് പാസ്സാവും. ഇതെന്തായിരുന്നടാ? അവൈറ്റ് എക്സ്പെക്റ്റ്. ഇതെന്താണ്? എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ ടെസ്റ്റിന്റെ പോലെ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. അതൊരു കീവേഡാണ്. അപ്പം എന്ത് ചെയ്യണം? ജസ്റ്റ് അതിനെയും നമ്മൾ എന്ത് ചെയ്യാം? ടെസ്റ്റ് കോമ എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞ കീവേഡിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യാം. കോമ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരും. അത് തന്നെ എക്സ്പെക്റ്റ്. നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? സേവ് ചെയ്തിട്ട് ഒന്നും കൂടെ റൺ ചെയ്യാം. ആരോട് എത്തിയോ ഇവിടെ? ഓക്കെ അല്ലേ? സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണേ. ടെസ്റ്റ് എന്തായി? പാസ്സായി. ഇനി നമുക്ക് ഈ ചെക്ക് ചെയ്ത സാധനത്തിന് അൺചെക്ക് ചെയ്യാനൊരു മെത്തേഡ് ഉണ്ട്. അൺചെക്ക്. നമ്മൾ ടു ബി ചെക്ക്ഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അൺചെക്ക് എന്ന് പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഇത് തന്നെ ചെക്കിന് പകരം എന്ത് ചെയ്യാണ്? അൺചെക്ക്. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചേക്കുന്നതിന് അൺചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്താവും? അൺചെക്ക് ആവും. ഓക്കെ, ഇപ്പൊ നമ്മൾ ടു ബി ചെക്ക്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും നോക്കാം. അസേഷൻ എങ്ങനെയാ ഫോൾസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയാ ഔട്ട്പുട്ട് കിട്ടുക നോക്കാം. ഓക്കെ, കണ്ടോ? എക്സ്പെക്റ്റ് ലൊക്കേറ്റർ ടു ബി ചെക്ക്ഡ് ഫെയിൽ. എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ചെക്ക്ഡ് ആയിരിക്കണം എന്നാണ്. പക്ഷെ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എക്സ്പെക്റ്റും റിസീവ്ഡും രണ്ടും കാണിക്കുന്നുണ്ട് അതിനകത്ത്. റിസീവ് ചെയ്തത് അൺചെക്ക് ആണ്. ഓക്കെ, പിന്നെ ടൈം ഔട്ട് എററും ഉണ്ട്. 5000 മില്ലി സെക്കൻഡ്. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞു അസേഷൻസിന് സെപ്പറേറ്റ് ആ ടൈം ഔട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ ഇന്നലെ ഒരു ടൈം ഔട്ട് സെറ്റ് ചെയ്തില്ലേ? പാക്കേജ് ഡോട്ട് ജെയ്സണില് അല്ല, ഇതിനകത്ത് കോൺഫിഗ് ഫയലിനകത്ത്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് അസേഷന് ടൈം ഔട്ട് സെറ്റ് ചെയ്യണത് ഇതുപോലെയല്ല. ചെറിയൊരു വ്യത്യാസമുണ്ട്. എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തു. ഇതുവരെ എത്തിയോ? ആരോണ് എത്തിയോ? ഞാൻ അൺചെക്ക് വരെ എത്തുന്നു. ഒന്ന് പോസ് ചെയ്യാമോ? ഓക്കെ, To be checked can only be used with an update or upset. എന്തോ ഒരു എറർ ആക്ച്വലി വരുന്നു. എന്തായിരുന്നു?
ചെക്ക് ബോക്സ് ആയിരുന്നു അവൈറ്റ്. ഒന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇതെന്ത് എററായിരുന്നു? ചെക്ക് ബോക്സ് ഡോട്ട് അൺചെക്ക് ടു ബി ചെക്ക്ഡ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? അൺചെക്ക് കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ചെക്ക് എടുത്ത എറർ മൊത്തം കാണിച്ച് ഓക്കെ ടു ബി ചെക്ക്ഡ് can only be used with the doc. അത് എന്താന്ന് വെച്ചാൽ അപ്പോഴും ഇവിടെ എന്തോ ഒരു ഇത് വരുന്നു. അൺചെക്ക് ചെയ്താലേ അൺചെക്ക് ഓവർ ചെയ്ത് ഡോട്ട് അൺചെക്ക് എന്ന് പറഞ്ഞു. റൺ ചെയ്തേ. അതെ, ആ ഗ്രിഡ് ചെക്ക് എന്ന് പറയുന്നത് യുണീക്ക് അല്ലാന്ന് തോന്നുന്നു ഐഡി. നോക്കട്ടെ. ഗ്രിഡ് ചെക്ക് മൾട്ടിപ്പിൾ എലമെന്റ്സിന് ഉണ്ടാവും. ആണോ? മാറ്റണോ? ഇതിപ്പോ എങ്ങനെയാ? CSS സെലക്ടർ വഴിയാണ് എടുത്തത്? അല്ലല്ലോ, പാസ് ആയല്ലോ. ഞാൻ ഐഡിയ യൂസ് ചെയ്തത് ഗ്രിഡ് ചെക്ക്. കുഴപ്പമില്ല. ഗ്രിഡ് ചെക്ക് നേരത്തെ ഓക്കെ. ഇതിപ്പോ നമുക്ക് പാസ്സായി. ഇനി നമ്മൾ വീണ്ടും ടു ബി ചെക്ക്ഡ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. അതായത് അൺചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ടു ബി ചെക്ക് ആണോ അല്ലേ എന്ന് ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അത് കോപ്പി ചെയ്തിട്ടാൽ മതി. ഒന്നും കൂടെ നമ്മൾ ഈ അസേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫോൾസ് ആയിട്ട് കിട്ടും. സേവ് ചെയ്തിട്ട് റൺ ചെയ്ത്. അപ്പം അതെങ്ങനെയാണ് അസേഷൻ ഫോൾസ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ടെർമിനലിൽ കാണിക്കുന്നതെന്നാണ് നോക്കണം. ആ ഒരു റിപ്പോർട്ട് എടുത്ത് ഓക്കെ. ഗ്രിഡ് ചെക്ക് എന്ന് പറയുന്നതിന് എക്സ്പെക്ട് ചെയ്യണത് ചെക്ക് ആയിരിക്കണം. കാരണം എന്താ? നമ്മൾ ടു ബി ചെക്ക്ഡ് എന്നാ പറഞ്ഞേക്കണേ. ടു ബി ചെക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെക്ക് ആയിരിക്കണം. പക്ഷെ നമുക്ക് റിസീവ് ചെയ്തത് എന്താണ്? അൺചെക്ക്ഡ് എന്ന് പറഞ്ഞതാണ്. നമ്മൾ വിചാരിച്ചത് നമുക്ക് എക്സ്പെക്ട് ചെയ്ത എറർ തന്നെയാണ്. കാരണം എന്താ? നമ്മളത് എറർ എന്താന്ന് കാണാൻ വേണ്ടിയാണ് ചെയ്തത്. പിന്നെ ഈ ടൈം ഔട്ടിന്റെ എറർ 5000 മില്ലി സെക്കൻഡ് എടുത്തു എന്നുള്ളത്. നമ്മൾ നേരത്തെ നമ്മുടെ നോർമൽ എല്ലാ ഇവന്റ്സിനും കൂടെ നമ്മൾ ഗ്ലോബലി എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ടൈം ഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ അസേഷൻസിന്റെ കാര്യത്തിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്. അസേഷൻ എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ തന്നെ. അപ്പൊ ഇതാണ് അസേഷൻസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും നമുക്ക് കിട്ടുന്ന വാല്യൂവും തമ്മിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരുപാട് അസേഷൻസ് ഉണ്ട്. നമ്മൾ ഓരോന്നായിട്ട് ചെയ്യും. അപ്പോൾ ഈ അസേഷന് മാത്രം സ്പെഷ്യൽ ടൈം ഔട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അസേഷന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ടൈം ഔട്ട് എന്ന് പറയുന്നത് 4000 മില്ലി സെക്കൻഡ് ആണ്. അപ്പൊ എനിക്ക് അതൊരു 5000 മില്ലി സെക്കൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കോൺഫിഗ് ഫയലിൽ പോയിട്ട് കോൺഫിഗ് ഫയലിൽ ഇപ്പോൾ കൊടുത്ത ടൈം ഔട്ടിന്റെ താഴെ കോൺഫിഗ് ഫയൽ എടുത്ത് ഓക്കെ ഇപ്പോൾ കൊടുത്ത ടൈം ഔട്ടിന്റെ താഴെ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക? എക്സ്പെക്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുക്കുക. അതായത് അസേഷന്റെ ഒരു എക്സ്പെക്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഫുൾ കോളൻ ഇട്ടിട്ട് ഒരു കേളി ബ്രേസസിന്റെ ഉള്ളിൽ ടൈം ഔട്ട് പറഞ്ഞു കൊടുക്കുക. കേളി ബ്രേസസ് ടൈം ഔട്ട് ഈക്വൽ ടു, ഇപ്പൊ 5000 ആണെങ്കിൽ എന്ത് വേണം? അല്ല, ഈക്വൽ ടു അല്ല, ടൈം ഔട്ട് മറ്റേ കോളൻ. എനിക്ക് ഇപ്പൊ 5000 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 50 × 1000 മില്ലി സെക്കൻഡിൽ എടുക്കാം. 50 × 1000 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി? അതിന്റെ ടൈം ഔട്ട് സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ കോഡ് എടുത്ത് ചെക്ക് ബോക്സിന്റെ കോഡ് എടുത്ത് ഇത് അസേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അസേഷന് വേണ്ടി മാത്രമുള്ളതാണ്. മറ്റേത് എന്താണ്? എല്ലാ ഇവന്റ്സിലും കൂടെ ഉള്ളതാണ്. ഇത് അസേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ടൈം ഔട്ട് വരെ അത് എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ ഈ ടു ബി ചെക്ക് എന്നുള്ളത് നമുക്ക് വേറൊരു അസേഷൻ യൂസ് ചെയ്യാം.
വേറെ അസേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അത് അൺചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അൺചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് എന്തായിരിക്കണം, ഈ നമുക്കൊരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ചെക്ക് ആണോ അല്ലേ എന്ന് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈ ചെക്ക് ബോക്സ് ഞാൻ ചെക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അൺചെക്കിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യാം, ഈസ് ചെക്ക്ഡ് എന്ന് പറഞ്ഞ ഒരു അസേഷൻ ഉണ്ട്, നമുക്ക് അത് യൂസ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേപോലെ തന്നെ പ്ലേ റൈറ്റ് ഈസ് ചെക്ക്ഡ് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ആദ്യത്തെ ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അത് പ്ലേ റൈറ്റിന്റെ ഡോക്യുമെന്റേഷനും കൂടെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കാം, എന്നോടും ചോദിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് അതും കൂടെ പറഞ്ഞു തന്നോന്ന് മാത്രം. അപ്പൊ ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവൈറ്റ് ചെക്ക് ബോക്സ് ഡോട്ട് ഈസ് ചെക്ക്ഡ് ഇത് റിട്ടേൺ ചെയ്യുക ഒരു ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ട്രൂ ഓർ ഫോൾസ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്യുക. അപ്പൊ ഇതിനെ ജസ്റ്റ് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെക്കാം. നമുക്ക് വേണമെങ്കിൽ എന്താ എന്തെങ്കിലും ഈസ് ചെക്ക്ഡെന്നോ അല്ലെങ്കിൽ ചെക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഇപ്പൊ ഇത് എന്താ റിട്ടേൺ ചെയ്യാം, നമുക്ക് വാല്യൂ എന്തായിരിക്കും, ഈസ് ചെക്ക് ഫോൾസ് അല്ലല്ലോ, അൺചെക്ക്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് റിട്ടേൺ ചെയ്യുന്നത് ചെക്ക്ഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഫോൾസ് ആയിരിക്കും. വേണമെങ്കിൽ ചെക്ക്ഡ് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ കൺസോൾ ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഫോൾസ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടും. കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ഫോൾസ് ചെക്ക്ഡ് അത് പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോൾസ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കി. പോസ് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, പാസ്സാണ്. ഫോൾസ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് ഫോൾസ് ആവണം എന്ന് പറഞ്ഞു കൊടുക്കാം. ഫോൾസ് തന്നെ ആവണം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ ഒരു അസേഷനാണ് ടു ബി ഫോൾസി. അപ്പൊ എങ്ങനെയാണ്, എനിക്ക് ഈ ലൊക്കേറ്റർ എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം. എക്സ്പെക്റ്റ് എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യാം, ഈ ടു ബി ഫോൾസി ഒന്ന് എടുത്ത് നമ്മുടെ പ്ലേ റൈറ്റിനകത്ത് നമുക്ക് അതിന്റെ ഒഫീഷ്യൽ സിൻടാക്സ് നോക്കാം. ടു ബി ഫോൾസി ഇതിനകത്ത് ടു ഹാവ് ഉണ്ട്, ടു ബി അറ്റാച്ച്ഡ്, ടു ബി ഡിസ്പ്ലേഡ്, ടു ബി ഫോൾസി ഇല്ലേ, താഴെ ഉണ്ടാവും. താഴേക്ക് സ്ക്രോൾ ചെയ്തോ, കുഴപ്പമില്ല. ഇനിയുണ്ട് താഴെ ടൈപ്സ് ആണ്. ഓക്കെ, അതാണോ ടു ബി. ഓക്കെ, മറ്റേതിനകത്തൊക്കെ നമുക്ക് എങ്ങനെയായിരുന്നു, മുകളിലൊക്കെ അവൈറ്റ് യൂസ് ചെയ്തിട്ടായിരുന്നു. ഇത് നോഡ് റീട്രൈയിങ് അസേഷൻസ് എന്ന് പറയും. ഇതിനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, അവൈറ്റ് യൂസ് ചെയ്യില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് എക്സ്പെക്റ്റ്. ജസ്റ്റ് അങ്ങനെ രണ്ട് ടൈപ്പ്, അങ്ങനെ ടൈപ്പ് നോക്കണമെന്നൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ടു ബി ഓക്കെ, അത് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഒരു എക്സ്പെക്റ്റ് കളഞ്ഞു. വാല്യൂവിന് പകരം നമുക്ക് എന്താ കൊടുക്കണ്ടേ, ചെക്ക്ഡ്. നമ്മൾ ചെക്ക്ഡിനകത്താണ് വാല്യൂ വെച്ചേക്കുന്നത്. കാരണം ഇതൊരു വാല്യൂനെയാ ചെക്ക് ചെയ്യുന്നത്. മറ്റേതൊക്കെ നമ്മൾ ലൊക്കേറ്ററിനെയാ ചെക്ക് ചെയ്തത്. ഇത് എനിക്ക് ഈ വാല്യൂ, അതാണ് ഡിഫറൻസ്, മനസ്സിലായോ? ഇതൊരു വാല്യൂനെയാ ചെക്ക് ചെയ്യണേ, മറ്റേതൊക്കെ ഒരു ലൊക്കേറ്ററിനെയാ ചെക്ക് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ അവൈറ്റ് ഒക്കെ യൂസ് ചെയ്തായിരുന്നു. ഇതിനകത്ത് നമുക്ക് അവൈറ്റ് ആവശ്യമില്ല. ഇതിനകത്ത് അവൈറ്റ് കൊടുക്കാം. ജസ്റ്റ് റൺ ചെയ്തേ. ഫസ്റ്റ് ടു ബി ഫോൾസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കണം, ഫോൾസ് ആണെങ്കിൽ മാത്രമാണ് ഇത് പാസ് ആവുള്ളൂ. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. ഓക്കെ, ടു ബി ഫോൾസ് എന്ന് പറയുന്നത് ഫോൾസ് ആയി. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ അൺചെക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അൺചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. ചെക്കിന് ശേഷം നമുക്ക് കൊടുക്കാം. ചെക്കിന് ശേഷം കമന്റ് ചെയ്യണ്ട, ടു ബി ട്രൂത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈസ് ചെക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം കൂടെ അവിടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. ചെക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം കൂടെ ആദ്യം കണ്ടുപിടിക്കണം. അതിന് വാല്യൂ പേര് കൊടുക്കും. ഓക്കെ, എന്നിട്ട് അതെന്താണ്,
ടു ബി ട്രൂത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ട്രൂത്തി. ഈ മെത്തേഡ് ട്രൂ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, പാസ്സാവുള്ളൂ. ഇത് റൺ ചെയ്തു. അപ്പൊ ഈ ടു ബി ട്രൂത്തി ചെക്കിന്റെ വാല്യൂ ട്രൂത്ത് ആണ് മാത്രം പാസ് ചെയ്യും, ടു ബി ഫോൾസി അത് ഫോൾസ് ആണ് മാത്രം പാസ് ചെയ്യും. നമ്മുടെ ഇത് പാസ്സായി. ഓക്കെ അല്ലേ? ടു ബി ട്രൂത്തി, ടു ബി ഫോൾസി, ഈസ് ചെക്ക്ഡ്, ടു ബി ചെക്ക്ഡ്, ഇത്രയും അസേഷൻസ് നമ്മൾ നോക്കി. ലാസ്റ്റ് വൺ ഒന്നും കൂടെ ഒന്ന് കാണിക്കാവോ? ടു ബി ട്രൂത്തി താഴോട്ട് ഈസ് ചെക്ക്ഡ് കഴിഞ്ഞിട്ട് ഈസ് ചെക്ക്ഡ് വാല്യൂ വേണമല്ലോ. ടു ബി ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആയിട്ടല്ലേ കമ്പയർ ചെയ്യണം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, വാല്യൂ വേണം. കിട്ടിയോ ശ്രീജ്യോതിക്ക്? കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ സപ്പോസ് ഇപ്പൊ ഇത് അൺചെക്ക് ആയിരുന്നു എങ്കിൽ ഇത് ആക്ച്വലി അപ്പോ ടെസ്റ്റ് ഫെയിൽ ആവും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ട്രൂ ആണ്, പക്ഷെ നമുക്ക് റിസീവ് ചെയ്തത് ഫോൾസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ടെസ്റ്റ് ഫോൾസ് ആയതുപോലെ നമുക്ക് എറർ കൂടെ കാണിച്ചു തരും റിപ്പോർട്ടർ. എന്തോ ഒരു എറർ വന്നു. എന്താണ്? സ്ക്രീൻ ശരിയാട്ടെ. ചെയ്തു. കാണാം. എന്താണ് എറർ വന്നേക്കുന്നത്? ആ വാല്യൂ മാറ്റി കൊടുക്കുക. വാല്യൂ എന്താ കൊടുത്തേക്കുന്നത്? ഓക്കെ, വാല്യൂ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ ചെക്കഡ് കൺസോളിലെ വാല്യൂ. ഇതെവിടെ എറർ വന്നേക്കുന്നത്? 9th ലൈനില്. 9th ലൈൻ. ഇതിനകത്ത് വാല്യൂയിലേക്ക് കൊടുത്തിട്ടുണ്ടോ? ഇത് ഈസ് ചെക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വാല്യൂ നമുക്ക് വേണ്ടേ, ഇതിന് വേറെ വാല്യൂ വേണം. ഇതിപ്പോ ഇത് സെയിം പോലെ അത് കോപ്പി ചെയ്ത് അവിടെ ഇടാം. വാല്യൂ 2 എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഓക്കെ ഇനി റൺ ചെയ്ത് പാസ്സായില്ലേ? മനസ്സിലായോ ഈ അസേഷൻസും കാര്യങ്ങളും? എന്താണ് അസേഷൻസ്? നമ്മൾ ആ ഡോക്യുമെന്റേഷനിൽ കണ്ട പോലെ കുറെ അസേഷൻസ് ഉണ്ട്. ഓരോന്നും നമ്മൾ പഠിക്കും. പ്രോഗ്രാം ചെയ്യുമ്പോൾ, ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അസേഷൻസ് അനുസരിച്ച് നമ്മൾ ചെയ്യും. ഇപ്പൊ ജസ്റ്റ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോന്ന് മാത്രം, അസേഷൻ. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്, ടൈറ്റിൽ മെത്തേഡ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പേജിന്റെ ടൈറ്റിൽ ഗെറ്റ് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടൈറ്റിൽ. അത് പേജ് ഡോട്ട് ടൈറ്റിൽ. ഇപ്പൊ എനിക്ക് ഈ പേജിന്റെ, അതായത് പേജിന്റെ ടൈറ്റിൽ മീൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കട്ടെ. നമ്മുടെ പേജ് എടുത്ത് നോക്കിയാൽ ബ്രൗസറിൽ ഏതായിരുന്നു? ഒബ്സ്ക്യൂറ. ഓക്കെ, ഇതിനകത്തൊരു ടൈറ്റിൽ ഉണ്ടാവും. അതായത് ഇതിനകത്തേക്ക് കയറുമ്പോൾ സെലീനിയം
എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കാണില്ലേ, ആ ടൈറ്റിലിന് എനിക്ക് ഗെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പേജിന്റെ ഒരു മെത്തേഡ് അത്. അപ്പൊ നമ്മുടെ കോഡ് എടുത്ത് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് കോൺസ്റ്റ് പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞു ടൈറ്റിൽ കൊടുത്തോ പേജ് ടൈറ്റിൽ. ഞാൻ എന്ത് ചെയ്യാം, ഒരു മെത്തേഡ് യൂസ് ചെയ്യാണ്, ഐ വെയിറ്റ് പേജ് ഡോട്ട് ടൈറ്റിൽ. എന്നിട്ട് ഞാൻ ഇതിന് എന്ത് ചെയ്യാം, പേജ് ഡോട്ട് ടൈറ്റിൽ മെത്തേഡാണ്. ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന്റെ ടൈറ്റിലിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുക കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പേജ്. ഓക്കെ, ഇനി ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചേ. പാസ്സായി. നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നത്, ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ്. ആ ഒരു ഇത് കിട്ടിയത് കണ്ടോ, ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് എന്നുള്ളതാണ് നമ്മുടെ പേജിന്റെ ടൈറ്റിൽ. നമുക്ക് ടൈറ്റിൽ കിട്ടിയത് കിട്ടി. ഇനി നമുക്ക് ഈ ടൈറ്റിൽ തന്നെയാണോ നമ്മൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് ടു ഹാവ് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, ടു ഹാവ് ടൈറ്റിൽ. അപ്പൊ എവൈറ്റ് എക്സ്പെക്റ്റ് അതെന്താ, പേജിനെ എടുക്കണേ, ടൈറ്റിലിനെ അല്ല പേജിനെ എടുക്കണേ. പേജ് ഓക്കെ ഡോട്ട് പുറത്ത്, അതിന്റെ പുറത്താണ് ഡോട്ട്, പേജ് കഴിഞ്ഞിട്ട് ഓക്കെ പുറത്ത് ഡോട്ട് എന്താ ടു ഹാവ് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, ടു ഹാവ് ടൈറ്റിൽ. ഓക്കെ, ഈ ടൈറ്റിലിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ടൈറ്റിൽ പാസ് ചെയ്ത് കൊടുക്കാം, പേജ് ടൈറ്റിൽ. ഒന്നില്ലെങ്കിൽ പേജ് ടൈറ്റിൽ പാസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു വേരിയബിളിലേക്ക് വെച്ച കാരണം ഇങ്ങനെ ചെയ്യാം. ഇനി ഇത് റൺ ചെയ്ത് ഓക്കെ ടെസ്റ്റ് പാസ്സാണ്. എന്താണ് ഒബ്സ്ക്യൂറ ടെസ്റ്റിങ്ങും. അതിനിപ്പോ ടൈറ്റിലിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ പേജ് ടൈറ്റിൽ കൊടുത്തതിന് പകരം വേറെ എന്തെങ്കിലും ഒന്ന് കൊടുത്തേ, ഡബിൾ കോട്ട്സിനകത്ത് ഇട്ട് കൊടുത്തു. അപ്പൊ അതിനെന്താണ്, അതൊരു സ്ട്രിങ് ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എറർ കിട്ടും. റൺ ചെയ്ത് നോക്കിയേ. വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ലോഡ് ആവട്ടെ. ഓക്കെ, എന്താണ് റിപ്പോർട്ട് എടുത്ത ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് ആണ് നമുക്ക് റിസീവ് ചെയ്തേക്കുന്നത്. മുകളിലെടുത്തടാം. ഓക്കെ, നമുക്ക് എന്താ റിസീവ് ചെയ്തേക്കുന്നത് ഒബ്സ്ക്യൂറ ടൈറ്റിലാണ്, പക്ഷെ എക്സ്പെക്ട് ചെയ്യുന്നത് പേജ് ടൈറ്റിലാണ്. സോ അതെന്ത് ചെയ്തു, ഫെയിലായി. ജസ്റ്റ് ടു ഹാവ് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം. ഇങ്ങനെ ഒരു അസേഷൻ ഉണ്ട്. ഓക്കെ അല്ലേ, ടു ഹാവ് ടൈറ്റിൽ സിംഗിൾ കോഡ്സ് കളഞ്ഞാൽ മതിയാണോ? ആരോ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് പുതിയൊരു കാര്യം കൂടെ പഠിക്കാം. നമ്മള് മറ്റേ സോഴ്സ് ഡെമോ ലാബോ നമ്മൾ ആ ഒരു വെബ്സൈറ്റ് എടുത്തില്ലേ, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, അതിന് വേറൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നില്ലണ, ഇതല്ലാതെ എന്തായിരുന്നു, SA അത് തന്നെ, അത് സോഴ്സ് ലാബ്. നമ്മൾ ചെയ്തതിനകത്ത് ലിങ്ക് ഉണ്ടാവുമല്ലോ. ഞാൻ ചാറ്റിലിടാം. ഇതിനകത്തെ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഇപ്പൊ ഇതിനകത്തുള്ള സ്റ്റാൻഡേർഡ് യൂസറും സീക്രട്ട് സോഴ്സും എന്നല്ലാതെ വേറൊരു യൂസർ നെയിം പാസ്വേഡ് അല്ലെങ്കിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിലോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവാൻ നോക്കാം. ജസ്റ്റ് അത് ഓക്കെ ആണല്ലോ, അത് ഓക്കെ ആണടാ. ജസ്റ്റ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ വേറെ ഒരെണ്ണം അടിച്ചു നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സീക്രട്ട് സോഴ്സ് ലാബ് അത് നമുക്ക് ഓക്കെ
ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വന്നത് കണ്ടില്ലേ? അതായത് അത് ഹൈഡ് ചെയ്ത് കിടക്കുകയായിരുന്നു. നമ്മൾ എപ്പോഴാണ് എറർ മെസ്സേജ് വന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, അത് ഡിസ്പ്ലേ ആയിട്ട് വന്നു. അത്രയും നേരം അത് ഹൈഡ് ആയിരുന്നു. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാം. ഇപ്പൊ വന്നൊരു ബോക്സ് ഇല്ലേ, അതായത് റെഡ് കളർ ബോക്സ്. ഈ റെഡ് കളർ ബോക്സ് തന്നെ നമുക്ക് ആദ്യം ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ ഇതിന് ലൊക്കേറ്റ്, അത് കോപ്പി ചെയ്തിട്ടാലും മതി. ലൊക്കേറ്റ് ചെയ്യാം, പാസ്വേഡിന് യൂസർ നെയിമിന് ലൊക്കേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തത് അതേപോലെ കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് അതിനകത്തുനിന്ന് പാസ്വേഡോ യൂസർ നെയിമോ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, സ്പെല്ലിങ് തെറ്റി കൊടുക്കാം. ഓക്കെ. ഫില്ല് വരെ അത് തന്നെ കൊടുത്തോ. ഓക്കെ, ഓക്കെ, ഒരു പാസ്വേഡ്. ഓക്കെ, ഇതിനകത്ത് മറ്റേ എം ടി ഫീൽഡ് അത് വേണ്ടടാ, നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തതല്ലേ, അത് ഇവിടുന്ന് കളഞ്ഞു. അതായത് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 13th ലൈനിലെ അത് ഇവിടുന്ന് കളഞ്ഞു. ക്ലിക്ക് ചെയ്തു. ഈ കേസിൽ നമുക്ക് എന്ത് വരും, ഒരു എറർ മെസ്സേജിന്റെ ഒരു കുഞ്ഞ് ഡിവ് വരും റെഡ് കളറിൽ. അപ്പൊ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി ആ ഡിവിനെ ലൊക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഡിവിനകത്ത് നമുക്ക് ഈ വരുന്ന ടെസ്റ്റ് എന്ത് ചെയ്യണം, അസേർട്ട് ചെയ്ത് നോക്കണം. എറർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് നോക്കുക, അതിനെ ലൊക്കേറ്റ് ചെയ്യാം. അതിനെ ലൊക്കേറ്റ് ചെയ്ത് വെച്ച് ജസ്റ്റ് എന്തായിരുന്നു എറർ, അതിന്റെ എറർ ബട്ടൺ ക്ലാസ് വെച്ചിട്ട് എടുത്തൂടെ? ക്ലാസ് എന്തായിരുന്നു, എറർ ബട്ടൺ എടുക്കാം. ഡോട്ട് എറർ ബട്ടൺ എടുക്കാം. എന്നിട്ട് ഡോട്ട് എറർ ബട്ടൺ എടുത്തു. ഇനി എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള ഈ ഒരു കണ്ടന്റ്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരുന്നുണ്ടല്ലോ, ആ മെസ്സേജ് എനിക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോ ബട്ടൺ ആക്കി കൊടുക്കുക. എനിക്ക് ആ മെസ്സേജിനെ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്ത് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ കൺസോളിൽ ചെയ്താൽ ഒന്നും കിട്ടില്ല, എനിക്ക് ഈ എറർ മെസ്സേജിനെ കിട്ടണം. അതിനൊരു മെത്തേഡ് ഉണ്ട്, അവൈറ്റ് എലമെന്റിന്റെ പേര് ഇപ്പൊ ഇവിടെ എറർ മെസ്സേജ് എന്നാണ് കൊടുത്തേക്കുന്നത്. എറർ മെസ്സേജ് ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ്. ടെക്സ്റ്റ് കണ്ടന്റ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെന്റിലുള്ള ടെക്സ്റ്റിനെ എന്ത് ചെയ്യും, നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. അതിനു വേണ്ടി യൂസ് ചെയ്യണതാണ്. ഇതിനൊരു വേരിയബിളിലേക്ക് കൊടുക്കാം, ജസ്റ്റ് മെസ്സേജ് എന്തെങ്കിലും ഒരു വേരിയബിളിലേക്ക് കൊടുക്കാം. അവിടെ അവൈറ്റ് കൊടുക്കുന്ന എന്തിനാ? എവിടെ ഈ അവൈറ്റ് എറർ മെസ്സേജ് ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ്? അവൈറ്റ് എന്ന ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ഇവന്റ് അവിടെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അവൈറ്റ് കൊടുത്തില്ലെങ്കിൽ അവിടെ നമുക്ക് എറർ പോലെ കാണിക്കും. അവിടെ മുകളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എറർ മെസ്സേജ് ഈക്വൽ ടു അവൈറ്റ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇവന്റ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിനെന്ത് ചെയ്യുക, കോൺസ്റ്റ് മെസ്സേജ് ഈക്വൽ ടു എന്ന് കൊടുത്തേക്ക്. ഓക്കെ, ഇനി ഈ മെസ്സേജിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചേ. നമുക്ക് എന്തെങ്കിലും ഒരു എലമെന്റിന് അകത്തുനിന്ന് അതിന്റെ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ടെക്സ്റ്റ് കണ്ടന്റ് യൂസ് ചെയ്യാം. ഓക്കെ, മെസ്സേജ് പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജ് കിട്ടും. നോക്കാം. ഗെറ്റ് ടെക്സ്റ്റ് പോലെ അല്ലേ? ഇതെന്താണ്, ടെസ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല.
ടെക്സ്റ്റും എക്സ്പെക്റ്റും ഒക്കെ ഇമ്പോർട്ട് ചെയ്യണേ. ഉം. എക്സ്പെക്റ്റ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ലേ? ഇല്ല ഇല്ല, ഓക്കെ. എക്സ്പെക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. ഇല്ല. നോ ടെസ്റ്റ് ഫൗണ്ട്, മേക്ക് ഷുവർ ദ ആർഗ്യുമെന്റ് റെഗുലർ എക്സ്പ്രഷൻ. ഇത് കറക്റ്റ് അല്ലടാ. NPS പ്ലേ റേറ്റ് ഇവിടെ ഇതിന്റെ പേര് spec.js കൊടുത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ, പാസ്സായി. പാസ്സായ. കൺസോളിൽ കണ്ടില്ലല്ലോടാ. വന്നിട്ട് വന്നു. വന്നു. ഇവിടെ എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ലേ? മെസ്സേജ് പാസ് മാത്രല്ലേ കണ്ടുള്ളൂ. കൺസോൾ എനിക്കും മെസ്സേജ് വന്നില്ല, പാസ്സായി. രണ്ടുപേർക്കും വന്നു, മെസ്സേജ് വന്നില്ലല്ലേ? ഇല്ല. ഒരു പോസ് കൂടെ കൊടുത്ത കൺസോളിൽ വന്നില്ല. നോക്കട്ടെ. ഇല്ല, മെസ്സേജ് വന്നിട്ടില്ല. നോക്കട്ടെ. എന്താണ് നമ്മൾ കൊടുത്തത്? നമ്മള് ലൊക്കേറ്റിംഗ് മാറിപ്പോയോ? എറർ ബട്ടൺ തന്നെയല്ലടാ ലൊക്കേറ്റർ. ഒന്ന് നോക്കിയേ. ലൊക്കേറ്റ് ചെയ്ത് ഒന്നുകൂടെ ലൊക്കേറ്റർ എടുത്ത്. എറർ ബട്ടൺ സത്യം പറഞ്ഞ ഒരു എന്താ പറയാ ഇൻഡു മാർക്കാണ് ആക്ച്വലി. അതെയോ? നോക്കട്ടെ. ഓ, ഞാൻ നോക്കിയില്ല എറർ ബട്ടൺ എന്ന് പറഞ്ഞപ്പോൾ. അതിനൊന്ന് ഇൻസ്പെക്ട് ചെയ്ത്. ഓക്കെ, ഇതിനകത്ത് എന്താണ്? ബട്ടൺ മാത്രമാണ്. അത് ഒരു അപ്പൊ എറർ ബട്ടൺ അല്ലടാ. അപ്പൊ ഇത് ഏതിനകത്ത് വരുന്നത്? ഇതിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഡേറ്റ ടെസ്റ്റ്. ഡാറ്റ ടെസ്റ്റ് കൊടുക്കാം. അത് ആട്രിബ്യൂട്ടും വാല്യൂ ആയിട്ട് കൊടുക്കാം നമുക്ക്. ഡേറ്റ ടെസ്റ്റ് എറർ അതാണ്. ഡാറ്റ ടെസ്റ്റ് എറർ എന്നുള്ളത് നമുക്ക് ആട്രിബ്യൂട്ടും വാല്യൂ പോലെ കൊടുക്കാം. ഓക്കെ, അത് ഓക്കെയാണ്. ജസ്റ്റ് ഇങ്ങനെ കൊടുത്തേക്കടാ. എങ്ങനെയാണ്? ഡാറ്റ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആട്രിബ്യൂട്ട് നെയിം. ഇതാണ് ഡേറ്റ ടെസ്റ്റ് ഈക്വൽ ടു എറർ ബട്ടൺ. അത് എറർ ബട്ടന്റെ ഡാറ്റ ടെസ്റ്റ് എറർ എന്ന് പറഞ്ഞാണ്. കണ്ടു? ഇതിനകത്ത് സ്ക്രോൾ ചെയ്ത് അതിനെ ജസ്റ്റ് ഒന്നും കൂടി ഇൻസ്പെക്ട് ചെയ്ത് ആ എററിനെ, അതായത് ഓക്കെ, അതിനകത്തുനിന്ന് എവിടെ പോയി? അത് പോയാ? ഇതായി കണ്ടു. H3 ടാഗ് ഡാറ്റ ടെസ്റ്റ് എറർ. ആ H3 ടാഗ് അതിന് മുകളിൽ എന്താ ഉള്ളത്? എറർ മെസ്സേജ് കണ്ടെയ്നർ അല്ലേ? അത് മൊത്തം അതിനകത്ത് നമുക്ക് ഈ H3 കിട്ടിയാൽ മതി. ഡാറ്റ ടെസ്റ്റ് എറർ ഓക്കെ ആണ്. അല്ലെങ്കിലേ എന്ത് ചെയ്യാം? നമ്മുടെ ഈ സൈഡിലെ ഇവിടെ ഇവൻ സ്റ്റൈല്, കമ്പ്യൂട്ടഡ് ലേഔട്ട്, ഇവൻ ലിസ്നേഴ്സ് എന്നൊക്കെ കണ്ടോ? അതിനകത്ത് ആ ഒരു ഡബിൾ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത്, ഡബിൾ ആരോ സ്റ്റൈല്, കമ്പ്യൂട്ട്, ലേഔട്ട്, ഇവൻ അതല്ലടാ, അതൊന്നല്ല. ഡബിൾ ആരോ കൊണ്ടായിട്ട് ഇവൻ ലിസ്നേഴ്സ് കഴിഞ്ഞിട്ട് ഇവൻ ലിസ്നേഴ്സ് എവിടെയാ? അതല്ല, അതിനകത്ത് സെലക്ടർ ഹബ് എടുത്ത്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയത് കറക്റ്റ് ആണോ, അതിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് നോക്കാം. കണ്ടോ? H3 ടാഗ് അതെടുത്ത് H3നകത്ത് കണ്ടെയ്നർ അല്ല, നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്? ഡാറ്റ ടെസ്റ്റ് ഈക്വൽ ടു എറർ, ആട്രിബ്യൂട്ടും വാല്യൂ അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുത്ത സ്ക്വയർ ബ്രേസസിനകത്ത് അവിടെ എക്സ്പാത്ത് ഒരു ഇത് കണ്ടോ? അത് തന്നെ, അവിടെ തന്നെ സ്ക്വയർ ബ്രേസസിനകത്ത് ഡാറ്റ സെറ്റ് ടെസ്റ്റ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ കൊടുക്കുക. എന്താണ്? കോഡ്സിനകത്ത് എററിന് കൊടുക്കുക. എന്നിട്ട് കോഡ്സ് ക്ലോസ് ചെയ്യുക, ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ കണ്ടോ? 1 എലമെന്റ് മാച്ചിങ് കറക്റ്റാ. ഒറ്റ എലമെന്റേ ഉള്ളൂ. എന്താണ് അവിടെ ഹൈലൈറ്റ് ആയി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് കൊടുക്കാം. നമുക്കിനി കൺഫ്യൂഷൻ ഉള്ള സമയത്ത് ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. അതിനകത്ത് കാണാൻ പറ്റും എത്ര എലമെന്റ്സ് മാക്സിമം. എന്ത് ചെയ്താൽ മതി? അത് ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടാൽ മതി. ഡാറ്റ സെറ്റ് നമ്മൾ അവിടെ കൊടുത്ത സാധനം ഇവിടെ ഇട്ടാൽ മതി.
ഇനി ഒന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കിയേ. ആ ഓക്കെ, പോസ് റിലീസ് ചെയ്തു. ഓക്കെ, നമുക്കിപ്പോൾ ഡാറ്റ കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ഈ നമുക്ക് കിട്ടിയേക്കുന്ന ടെക്സ്റ്റും ഇതിനകത്തുള്ള ടെക്സ്റ്റും സെയിം തന്നെയാണോ എന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ടു കണ്ടെയ്ൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു അസേഷൻ ഉണ്ട്. ടു കണ്ടെയ്ൻ ടെസ്റ്റ് അതിങ്ങനെയാണ് എക്സ്പെക്റ്റ് യൂസ് ചെയ്യേണ്ടതാണ്. എക്സ്പെക്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഏതാ നമ്മുടെ ലൊക്കേറ്റർ? എറർ മെസ്സേജ്. മെസ്സേജ് ലൊക്കേറ്റർ. മെസ്സേജ് ഓക്കെ, നമ്മുടെ വാല്യൂ ആണ്. ലൊക്കേറ്റർ എറർ മെസ്സേജ് ആണ്. എറർ മെസ്സേജ് ഡോട്ട് ടു കണ്ടെയ്ൻ ടെക്സ്റ്റ്. ടു കണ്ടെയ്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അത് ഇപ്പോൾ ജസ്റ്റ് യൂസർ നെയിം ആൻഡ് പാസ്വേഡിന് ഓൺലി കൊടുത്തു. കാരണം നമുക്ക് താഴെ നമ്മൾ ഗെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് മെസ്സേജ് എന്നുള്ള വേരിയബിളിനെ കൊടുക്കാം, അത് നമുക്ക് പാസ്സാവും, അതിലൊരു ത്രില്ലില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? യൂസർ നെയിം ആൻഡ് പാസ്വേഡിന് മാത്രം കൊടുക്കാം കോഡ്സിനകത്ത്. ഈ ടു കണ്ടെയ്ൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർഡ് അതിനകത്ത് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? പാസ്സാവും. ടു കണ്ടെയ്ൻ അത് ടെസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രം. ഇപ്പം ജസ്റ്റ് യൂസർ നെയിം ഒന്ന് കൊടുത്തു, അല്ലെങ്കിൽ എപ്പിക് സാഡ് ഫേസ് എന്ന് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താവും? പാസ്സാവും ഇല്ലെന്ന് നോക്കാം. യൂസർ നെയിം അതിങ്ങനെ കോഡ്സിനകത്ത് കൊടുക്കണം, അതൊരു സ്ട്രിങ് അല്ലേ. യൂസർ നെയിം ആൻഡ് ഓക്കെ, ഇത് പാസ്സാവുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കി. ഒരു ആർഗ്യുമെന്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ ആ സ്ട്രിങ് മുഴുവൻ കൊടുക്കാം. യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്തായിരുന്നു താഴെ വന്നേക്കുന്നത്? ഡു നോട്ട് മാച്ച് ഇൻ ദിസ് സർവീസ്, അത് മൊത്തം കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിനകത്തുള്ള ഒരു വേർഡ്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് വർക്ക് ആവുന്നുണ്ടോ ഇല്ല അറിയാനാ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം. ഇത് കേസ് സെൻസിറ്റീവ്. സോ അതെ കേസ് സെൻസിറ്റീവ് ആണ്. ജസ്റ്റ് അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ഇടാം. യൂസർ നെയിം കഴിഞ്ഞിട്ട് സ്പേസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു യൂസർ നെയിമിന്റെ ഫ്രണ്ടിൽ. നോക്കാം പാസ്സായി. അതായത് ആ മൊത്തം വേർഡ് വേണമെന്നില്ല. ടു കണ്ടെയ്ൻ ടെസ്റ്റ് എന്താണ്? അതിനകത്തുള്ള ഇതുപോലെ എന്തെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അത് പാസ്സാവും. നമുക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് കൊടുക്കാം, അപ്പം അതെന്തായാലും പാസ്സാവും. ഇനിയിപ്പോൾ അതിനകത്തുനിന്ന് യൂസർ നെയിമിൻ്റെ സ്മോൾ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും? ഫോൾസ് ആവും. അപ്പം ഇത് സെക്കൻഡ് കേസിൽ അത് ഫോൾസ് ആവും. ടു കണ്ടെയ്ൻ ടെസ്റ്റ് വാസ് നോട്ട് പാർട്ട് ഓഫ് എനി ടെസ്റ്റ്. അതായത് അതെന്ത് ചെയ്തില്ല? ഫെയിലായി. നമ്മുടെ സെക്കൻഡ് കേസിൽ അത് ഫെയിലായി. ഓക്കെ, ഇത് മനസ്സിലായോ? അസേഷൻസിൻ്റെ കുറച്ച് അസേഷൻസ് നോക്കി, ഏതൊക്കെയായിരുന്നു നോക്കി? ടു ബി ചെക്ക്ഡ്, ടു ബി ഫോൾസ്, ടു ബി ട്രൂത്ത്, ഈസ് ചെക്ക്ഡ്, ടു കണ്ടെയ്ൻ ടെസ്റ്റ്. പിന്നെ നമ്മൾ പേജിനകത്തുനിന്ന് പേജിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടൈറ്റിൽ കിട്ടും. അപ്പം അതിന് വേണ്ടി നമ്മൾ ഏതാ യൂസ് ചെയ്ത? പേജ് ഡോട്ട് ടൈറ്റിൽ. ഓക്കെ അല്ലേ? ഇത്രയും. എനിക്ക് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അത് എനിക്ക് എറർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യോ? എന്നിട്ട് ഷെയർ ചെയ്ത് നോക്കാം. ഷെയർ ചെയ്തതാണ്. ശരി. ആദ്യം തന്നെ എനിക്ക് ഈ ഒരു one error was not a part of any test. ഈ യുവിന്റെ ഫ്രണ്ടിൽ ഒരു സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ആ ഡാറ്റയില് കണ്ടോ? കണ്ടില്ലേ? നമുക്ക് കിട്ടിയേക്കുന്ന ഡാറ്റയില് എവിടെയായിരുന്നു അത്? അതാ കണ്ടോ? സാഡ് ഫേസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്. അതാണോ എന്നറിയില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം. അങ്ങനെ ഇനിയിപ്പോ സ്പേസിനെയൊക്കെ നമുക്ക് കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിം മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. സ്പേസ് ഒന്നും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡോട്ട് ട്രിം യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇത് പാസ്ഡ് ആണ്. പക്ഷെ ഇതെന്താണ് എറർ വരുന്നത്? ടു കണ്ടെയ്ൻ ടെക്സ്റ്റ്. എക്സ്പെക്ട് ഓൾറെഡി വന്നു ഇവിടെ. എറർ മെസ്സേജ് ഡോട്ട് one error was not part of any test. ടെസ്റ്റ് പാസ്സായി. ജസ്റ്റ് ടെസ്റ്റ് എക്സ്പെക്ട് എറർ മെസ്സേജ്
എറർ മെസ്സേജിന്റെ ആണ് ലൊക്കേറ്റർ. സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ടു കണ്ടെയ്ൻ ആ ടെക്സ്റ്റ് error ആണ് message. കൊടുത്തേക്കുന്നത്. ടുവിന്റെ ടി സ്മോൾ ലെറ്റർ ആണ്. ഇവിടെയാണ് സി ക്യാപിറ്റൽ ആണ്. അല്ല അത് പാസ്സാവുന്നുണ്ട്. സോ വാല്യൂ ആണ് പ്രശ്നം. ഇത് ഡബിൾ കോട്ട്സ് അങ്ങനെ വല്ലതും വേണമെന്നുണ്ടോ? ഇല്ല, ഡബിൾ കോഡ്സിന് കൊടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു കാര്യം ചെയ്യേ, പാസ്സാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റിയിട്ട് മെസ്സേജ് എന്താ പറഞ്ഞ വേരിയബിളിന് കൊടുക്കുക. സിംഗിൾ കോഡ്സ് ഇല്ലാതെ ജസ്റ്റ് ആ മെസ്സേജിന് തന്നെ കൊടുക്കുക. ഓക്കെ. എന്താ ഇഷ്യൂ നോക്കാനാ, നമ്മൾ കൊടുക്കുന്ന വാല്യൂന്റെ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ അറിയാനാ. സേവ് ചെയ്തിട്ടെന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നം വാല്യൂന്റെ ആണ്. ടു കണ്ടെയ്ൻ ടെക്സ്റ്റിന്റെ ആണോ? കണ്ടെയ്ൻ ടെക്സ്റ്റ് പറഞ്ഞ മെസ്സേജ് ശ്രീജ്യോതി ചെയ്തത് ഇങ്ങനെ തന്നെ അല്ലടാ, നമ്മളിങ്ങനെയല്ലേ ചെയ്തേ. അതെ ഇതൊക്കെ തന്നെ. ജസ്റ്റ് വീണ്ടും യൂസർ നെയിം ആൻഡ് ഈ എക്സ്പെക്റ്റില് അവൈറ്റിന്റെ ആവശ്യമില്ലല്ലോ. വെയിറ്റ് വേണം. ഞാൻ ഇട്ടിട്ടില്ലേ? ഇല്ല. അത് ഇനി ഒരു പ്രാവശ്യം കൂടെ ചിലപ്പോൾ റൺ ചെയ്യുമ്പോൾ വരുമായിരിക്കും. ഒന്ന് ടെസ്റ്റ് വേറെ എവിടെയെങ്കിലും അവൈറ്റ് മിസ്സിംഗ് ഉണ്ടോ? ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൺ ചെയ്ത് കോൺസ്റ്റ് മെസ്സേജ് ഇസ് ഈക്വൽ ടു അവൈറ്റ്. ഓക്കെ, അത് ടെസ്റ്റ് കണ്ടിട്ട് ഓക്കെ. ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ എറർ മാറി. ഇപ്പൊ എറർ പോയി. ഇനി വീണ്ടും യൂസർ നെയിം പാസ്വേഡ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഡു നോട്ട് മാച്ച് അല്ലെങ്കിൽ പിക്സ് ആഡ് ഫേസ് ഏതെങ്കിലും ഒരു കണ്ടന്റ് അതിനകത്ത് ടെക്സ്റ്റ് കണ്ടന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ ഇവര്. അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് അതിൽ ഡി ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ചിലപ്പോൾ അത് ഫെയിൽ ആവാൻ ചാൻസ്. ഓക്കെ ഉണ്ട് ഒരു കോഡ്സ് എന്നിട്ട് റൺ ചെയ്ത്. അല്ല എക്സ്പെക്റ്റിന് അവൈറ്റ് ആവശ്യമില്ല എന്നല്ലേ പറഞ്ഞത്. അത് വാല്യൂ ആയിട്ട് അതായത് ഇത് എലമെന്റ് അല്ലേ, എലമെന്റിന് ആവശ്യമുണ്ട്. നമ്മൾ ആദ്യമൊക്കെ ഇപ്പൊ അത് വർക്ക് ആവുന്നുണ്ട്. ഞാൻ എക്സ്പെക്റ്റിന് അവൈറ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞത് ലൊക്കേറ്റർ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അവൈറ്റ് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു, അതായത് ഈസ് ചെക്ക്ഡ് അതൊരു വാല്യൂ ആയിരുന്നു, ലൊക്കേറ്റർ അല്ലായിരുന്നു. അപ്പൊ ആ വാല്യൂവിനെ നമുക്ക് അല്ല ഇപ്പൊ ഇതും അത് തന്നെയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഇതും കമ്പയർ ചെയ്യല്ലേ മറ്റേ ഇതുമായിട്ട് ഉണ്ടോ എന്ന്. ജസ്റ്റ് അതുപോലെ തന്നെ ആ ഒരു വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കാം. പക്ഷെ ഇതെന്താ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ അതെടുത്ത് ഈസ് ചെക്ക്ഡ് എടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഈസ് ചെക്ക്ഡ് എവിടെയാ ചെയ്തത്? ഓക്കെ, ഈസ് ചെക്ക്ഡിനകത്ത് നമ്മൾ ഇവിടെ അവൈറ്റ് കൊടുത്തിട്ടുണ്ട്. എവിടെ? ചെക്ക് ബോക്സ് അവൈറ്റ് ചെക്ക് ബോക്സ് ഈസ് ചെക്ക്ഡ് അവിടെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെക്റ്റ് ചെക്ക് ബോക്സ്. ആ ചെക്ക് ബോക്സിനെ നമ്മൾ എടുത്ത് ആ ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞ വാല്യൂ അല്ലാതെ ചെക്ക് എന്ന് പറഞ്ഞ വാല്യൂവിനെ അവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. അല്ലാതെ വേറെ ലൊക്കേറ്ററോ എലമെന്റോ ഒന്നല്ല നമ്മളവിടെ പാസ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ആ വാല്യൂവിനെ ആ വാല്യൂ ഓൾറെഡി മെസ്സേജ് ആണ് ആ ഒരു വാല്യൂ. ഓക്കെ, വാല്യൂ ആയിട്ട് മനസ്സിലായി. ഓക്കെ, ഇതില് വെയിറ്റ് വേണം. വേണം. ഇനിയിപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി നോക്കാം. അപ്പൊ എന്ത് കിട്ടും? അതിന്റെ സിൻടാക്സ് കിട്ടും. ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ ലൊക്കേറ്ററിന്റെ എലമെന്റിന്റെ ഒക്കെ സ്ഥാനത്ത് നമ്മുടെ വാല്യൂ വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി എന്താണ് എടുക്കാറ്? സെഷൻസ് ഒരുവിധമായി. ഇനി നമ്മൾ ഓരോന്ന് ചെയ്യും. ഡ്രോപ്പ് ഡൗൺ നമ്മൾ ചെയ്തതല്ലേ, റേഡിയോ ബട്ടൺ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് കീബോർഡ് ആക്ഷൻസ് നോക്കാം. ജസ്റ്റ് പുതിയൊരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തോ. കീബോർഡ് ആക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്ത പോലൊക്കെ തന്നെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോ ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തില്ലേ, ജസ്റ്റ് അത് ആ ഒരു ടെസ്റ്റ് അതേപോലെ കോപ്പി ചെയ്തോ. ഫില്ലിന് പകരം ഈ സോഴ്സ് ഡെമോ അത് തന്നെയാണോ? അത് തന്നെ. അതിനകത്തുള്ള ആ യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ ബട്ടൺ ഒക്കെ അത് തന്നെ. ലോഗിൻ ബട്ടൺ വരെ കോപ്പി ചെയ്ത് വെച്ചോ. അത് മൊത്തം കോപ്പി ചെയ്തോ. ഓക്കെ.
Okay. ഓക്കെ. ഇനി നമ്മൾ ഈ ഫില്ലിന് പകരം എനിക്ക് എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്യണം. അതായത് കീബോർഡ് വഴി, ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചൊരു ഡാറ്റനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞു കൊടുത്തത്. ഇനി എനിക്ക് അതിനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. Okay. നമ്മളെങ്ങനെ കീബോർഡ് വഴി ടൈപ്പ് ചെയ്ത് കൊടുക്കല്ലേ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫില്ലിന് പകരം ടൈപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് കീബോർഡ് ഡോട്ട് ടൈപ്പ്, കീബോർഡിൽ നിന്ന് വരുന്നൊരു മെത്തേഡാണ് അത്. കീബോർഡ് അപ്പൊ ഡോട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യട്ടെ. അത് ഡിലീറ്റ് ചെയ്തോ. അത് നമുക്ക് ആദ്യം തൊട്ട് ചെയ്യാം. എന്ത് ചെയ്യാം, വെയിറ്റിനകത്ത് എന്ത് ചെയ്യാം, പേജ് ഡോട്ട് യൂസർ നെയിം ഡോട്ട് കീബോർഡ് ഡോട്ട് കീബോർഡാണ്. കീബോർഡ് ഡോട്ട് ടൈപ്പ്. അത് വന്നില്ലേ, ഓട്ടോമാറ്റിക്കലി വന്നില്ലല്ലോ. ഇല്ല വന്നില്ല. നോക്കട്ടെ. കീബോർഡും വന്നില്ലായിരുന്നു. ഫസ്റ്റ് നമ്മൾ അതിന് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാന്ന് വെച്ചാല് യൂസർ നെയിം ഡോട്ട് ക്ലിക്ക് കൊടുത്ത് ഇപ്പൊ തന്നെ വെയിറ്റ് യൂസർ നെയിം ഡോട്ട് ക്ലിക്ക് അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് ക്ലിക്കാണ്, യൂസർ നെയിം എന്ന് പറഞ്ഞ ഒരു ഇതിന് ക്ലിക്ക് ചെയ്തു. ഇനിയാണ് എനിക്ക് എന്ത് ചെയ്യണം, അവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, എന്ത് പറഞ്ഞു കൊടുക്കണം, അടുത്ത സ്പേസിന് അടുത്ത ലൈനിനകത്ത് ക്ലിക്ക് ചെയ്തു. ഇനി എനിക്ക് അതിന് എന്ത് ചെയ്യണം, ഓക്കെ, വെയിറ്റ് പേജ് ഡോട്ട് പേജിനകത്ത് നിന്ന് വരുന്നതാണ് ഡോട്ട് കീബോർഡ് ഡോട്ട് ടൈപ്പ്. കീബോർഡ് ഡോട്ട് ടൈപ്പ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യേണ്ട ഡാറ്റ സിംഗിൾ കോഡ്സിനകത്ത് പറഞ്ഞു കൊടുക്കുക. എന്തായിരുന്നു, സ്റ്റാൻഡേർഡ് യൂസർ അണ്ടർസ്കോർ അല്ലേ ഉണ്ടായിരുന്നത്, ഇങ്ങനെയായിരുന്നു. അല്ല, അപ്പൊ നമ്മളിത് കീബോർഡിൽ ടൈപ്പ് ചെയ്യല്ലേ? കീബോർഡിൽ ഞാൻ വിചാരിച്ചു ഇവിടെ ടൈപ്പ് ചെയ്യായിരിക്കും. സ്ലോലി ഓരോ ലെറ്റർ വരുന്നത് കാണാം. ഇപ്പൊ നമുക്ക് ഫില്ലായിട്ടല്ലേ അങ്ങനെ. ഇനി ഇതേപോലെ തന്നെ പാസ്വേഡിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. അല്ല, ഇതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കിയ നമുക്ക് അടുത്തത് നോക്കാം. ക്ലിക്ക് ചെയ്യണ്ട, ജസ്റ്റ് എന്ത് ചെയ്യാം. ശ്രീജീവിതി ചെയ്തോ ഇതുവരെ? ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഏതാ ടെസ്റ്റ് റൺ ആയത്? ഈ ടെസ്റ്റ് വേറെ പാസ്സായിട്ടുണ്ട്. ഓരോന്ന് ടൈപ്പ് ആയത് കണ്ടോ? സ്ലോലി നോക്കാം. ഓക്കെ, ഓരോന്ന് ടൈപ്പ് ചെയ്തു. അതായത് ST അങ്ങനെ ഓരോന്നിനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ഇനി എനിക്കിപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ സെലക്ട് ചെയ്യണം, സെലക്ട് ഓൾ ചെയ്യണം. അതായത് സെലക്ട് ഓൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീബോർഡിനകത്ത് യൂസ് ചെയ്യുക കൺട്രോൾ എ. ഓക്കെ, അപ്പം എനിക്ക് ഈ കൺട്രോൾ എനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാണ്. ഇപ്പം യൂസർ നെയിമിനെയാണ് ക്ലിക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ലൈനിൽ അവൈറ്റ് പേജ് ഡോട്ട് കീബോർഡ് എന്നിട്ട് എന്ത് ചെയ്തു, ഡോട്ട് പ്രസ്, നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്, പ്രസ് മെത്തേഡ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പ്രസ് ചെയ്യേണ്ട ബട്ടൺ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എനിക്കിവിടെ പ്രസ് ചെയ്യേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡബിൾ കോഡ്സിനകത്ത് എന്ത് പറഞ്ഞു കൊടുക്കാം, Ctrl+A എന്ന് പറഞ്ഞു കൊടുക്കാം. മൊത്തത്തിൽ പറഞ്ഞു കൊടുത്തോ, Ctrl+A. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, Ctrl+A എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അതായത് അത് ക്ലിക്ക് ചെയ്യും. ഇതെന്ത് ചെയ്യും, സെലക്ട് ഓൾ ചെയ്യും. ഇപ്പം എന്താ സെലക്ട് ആയിട്ടുണ്ടാവുക, നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തേക്കുന്നത് യൂസർ നെയിമിലാണ്. എന്നിട്ട് യൂസർ നെയിമിൽ നമ്മൾ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നതും യൂസർ നെയിം തന്നെ ആയിരിക്കും. ഇനി ഇത് ഈ സെലക്ട് ചെയ്തേക്കുന്ന വാല്യൂവിനെ കോപ്പി ചെയ്യണം. ജസ്റ്റ് ഇതേപോലെ തന്നെ Ctrl+A പകരം എന്ത് ചെയ്യാം,
കോപ്പി Control ചെയ്യാൻ plus സി. C. ജസ്റ്റ് ഇത് തന്നെ ചെയ്യാം. കൺട്രോളിന്റെ സി ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റൽ കൊടുക്കണം. കൺട്രോളിന്റെ സി ക്യാപിറ്റൽ കൊടുക്കണം. Okay. കൺട്രോൾ പ്ലസ് സി. Okay. ഇപ്പൊ നമ്മൾ അത് കോപ്പി ചെയ്തു. ഇനി എനിക്ക് ഈ കോപ്പി ചെയ്തിട്ട് ഇതിനെ ഇവിടെ പേസ്റ്റ് ചെയ്യണം, പാസ്വേഡിൽ പേസ്റ്റ് ചെയ്യണം. പാസ്വേഡിൽ ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എറർ ആയിരിക്കും വരിക, പക്ഷെ പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇവന്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണം. അപ്പൊ എനിക്ക് ഇതിന് പാസ്വേഡിനെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, പാസ്വേഡിന് ഫസ്റ്റ് സെലക്ട് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം അല്ലേ. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്തത് നേരത്തെ, Password dot click. അതന്നെ, അതായിട്ട് പാസ്വേഡ് ഡോട്ട് ക്ലിക്ക്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, നേരത്തെ പോലെ തന്നെ കൺട്രോൾ പ്ലസ് വി ചെയ്യാം. നേരത്തെ സെയിം സാധനം തന്നെ, പേജ് കീബോർഡ് ഡോട്ട് പ്രസ് കൺട്രോൾ പ്ലസ് വി. ഇനി എനിക്ക് കൺട്രോൾ പ്ലസ്, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ലോഗിൻ ബട്ടണ് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പാസ്വേഡ് യൂസർ നെയിം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിക്കില്ലേ, അപ്പൊ ചിലപ്പോൾ അതിന്റെ ലോഗിൻ ബട്ടൺ തന്നെ വർക്ക് ആവില്ലേ. അപ്പൊ അതായത് എൻ്റർ ചെയ്താൽ മതി എനിക്ക്. അപ്പൊ എന്ത് വേണം, ഇനി ലോഗിൻ ബട്ടനെ സെലക്ട് ചെയ്യണം. Locate ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് വെച്ച് അല്ല, അപ്പൊ അത് ക്ലിക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോവില്ലേ? അല്ല, ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാ പറഞ്ഞു കൊടുത്തേക്ക്. Okay. അല്ല, വേണ്ട, ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി, ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി, സെലക്ട് ചെയ്യണ്ട, ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. അവൈറ്റ് പേജ് ഡോട്ട് കീബോർഡ് ഡോട്ട് പ്രസ്, അതിനകത്ത് എന്ത് ചെയ്യുക, എൻ്റർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട് ഇത്. ഓക്കെ, പാസ്വേഡും യൂസർ നെയിമും തെറ്റാണ്, കാരണം എന്താ, നമ്മള് ജസ്റ്റ് കോപ്പി നമ്മള് പേസ്റ്റ് സ്റ്റാൻഡേർഡ് യൂസർ ആക്കും. ഓക്കെ, ജസ്റ്റ് ഇത് ഇത്രയും മനസ്സിലായോ? ഇതാണ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കീബോർഡ് ഇവന്റ്സ്. പ്രസ്സും ടൈപ്പും ക്ലിക്കും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അത് കീബോർഡ് ഇവന്റ് അല്ല. ഓക്കെ, പ്രസ് ചെയ്യാനൊക്കെ നമ്മൾ പ്രസ്സും, പിന്നെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പും ആണ് യൂസ് ചെയ്യുക. അത് എവിടുന്നാ വരുന്നത്, കീബോർഡ് ഡോട്ട് ടൈപ്പ്, കീബോർഡ് ഡോട്ട് പ്രസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലൊക്കെ തന്നെയല്ലേ ഷിഫ്റ്റും വരിക? അപ്പൊ എസ് ക്യാപിറ്റൽ ആയിട്ട് ഷിഫ്റ്റ് തന്നെ. അത് തന്നെ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഇനി അതിന് മാച്ചിങ് ആയ ടെസ്റ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതേപോലെ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ബേസ് നമുക്ക് കിട്ടിയില്ലേ, ഇനി നമുക്ക് യൂസ് ചെയ്യാം, എവിടെയാണോ യൂസ് ചെയ്യാൻ നമുക്ക് തോന്നുന്നത് അപ്പൊ അവിടെയൊക്കെ യൂസ് ചെയ്യാം ടെസ്റ്റ് ചെയ്യുമ്പോൾ. അതിന്റെ ബേസ് മാത്രം പഠിക്കാം. ഓക്കെ, ഇത്ര ഉള്ളടോ, ഇന്നിപ്പോ ഇത്രയും മതി. ഇനിയിപ്പോ പുതിയ ടോപ്പിക് എടുക്കാനുള്ള ടൈമില്ല, ഓക്കെ ഇത് മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു വിനിഷ. ഓക്കെ, ബൈ. താങ്ക് യു.